ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ സ്വീകരണമൊരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്യാപ്റ്റൻ ഹർമൻപ്രീതിനെയും സഹതാരങ്ങളെയും അദ്ദേഹം ഊഷ്മളമായി സ്വാഗതം ചെയ്തു. നമോ 1 എന്ന് പേരെഴുതിയ ടീം ജേഴ്സി ഇന്ത്യൻ താരങ്ങൾ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ടീം അംഗങ്ങളെല്ലാം ഒപ്പിട്ട ജേഴ്സിയാണ് താരങ്ങൾ മോദിക്ക് നൽകിയത്. ടൂർണമെന്റിൽ തുടർച്ചയായ 3 തോൽവികളിൽ കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയിട്ടും തളരാതെ ശക്തമായി തിരിച്ചുവന്ന കിരീടം നേടിയ ടീമിന്റെ പോരാട്ട വീര്യത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മുൻപ് പ്രധാനമന്ത്രിയെ കണ്ട കാര്യം ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഓർത്തെടുത്തു. 2017 ടീം റണ്ണറപ്പ് ആയപ്പോഴായിരുന്നു അത്. ഇത്തവണ ട്രോഫിയുമായി പ്രധാനമന്ത്രിയെ കാണുവാൻ സാധിച്ചെന്നും അവർ വ്യക്തമാക്കി. പരിശീലകൻ അമോൽ മംജുംദാറും കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. ബുധനാഴ്ചത്തെ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദി ടീമിലെ എല്ലാ അംഗങ്ങളുമായും സംവദിച്ചു. പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ വളരെയധികം പ്രചോദനം നൽകുന്നതാണെന്ന് വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്കായി താൻ ആകാംക്ഷയോടെ കാത്തിരുന്നതായി ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ദീപ്തി ശർമ്മ പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗങ്ങൾ കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ദീപ്തി കൂട്ടിച്ചേർത്തു. സംഭാഷണത്തിനിടെ ദീപ്തിയുടെ ഇൻസ്റ്റഗ്രാമിലെ ജയ് ശ്രീറാം പോസ്റ്റും കയ്യിലെ ഹനുമാൻ ടാറ്റുവും ശ്രദ്ധിച്ചതായി മോദി പറഞ്ഞു. ഹനുമാൻ ടാറ്റു എങ്ങനെയാണ് സഹായിച്ചതെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് തന്നേക്കാൾ വിശ്വാസം അദ്ദേഹത്തിലായിരുന്നുവെന്നായിരുന്നു ദീപ്തിയുടെ മറുപടി. കളി മെച്ചപ്പെടുത്തുന്നതിൽ വ്യക്തിപരമായി അത് വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനലിൽ 58 റൺസ് എടുത്ത ദീപ്തി 39 റൺസ് മാത്രം വഴങ്ങി 5 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. ടൂർണമെന്റിലുടനീളം 22 വിക്കറ്റുകളും 3 അർദ്ധ സെഞ്ചുറികളുമടക്കം 215 റൺസും നേടാനും ദീപ്തിക്കായി.